അടിക്കട്ടെ. ആദ്യം ഹായ് ഗൈസ് പറയാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പറയാം. അമ്മ റെഡി 1 2 3 സ്റ്റാർട്ട് പറയാം. റെഡി 1 2 3 സ്റ്റാർട്ട്. ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കേക്ക് മുറിക്കാൻ പോവാണ് ഗൈസ്. എന്ത് ചെയ്യാൻ പോവാ? അച്ഛൻ ഇന്നലെ രാത്രി ഒരു കേക്ക് കൊണ്ടുവന്നു കേട്ടോ. അപ്പൊ ഇന്നലെ ഞങ്ങൾ ചോറൊക്കെ ഉണ്ടോണ്ട് കുഞ്ഞപ്പൻ കേക്ക് മുറിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വേണ്ട, എല്ലാരും ചോറൊക്കെ ഉണ്ട്, പിന്നെ കേക്ക് മുറിക്കണ്ടെന്ന് പറഞ്ഞാണ് നാളെ മുറിക്കാന്ന്. ഞാൻ മറന്നുപോയി ഇന്നലെ രാത്രി പറഞ്ഞ കാര്യം. രാവിലെ എണീറ്റ് വന്നപ്പോ തൊട്ട് കേക്ക് മുറിക്കാന്ന് പറഞ്ഞ് ബഹളം വെച്ച് നടക്കാണ് ഗൈസ്. ചായ പോലും കുഞ്ഞപ്പൻ കുടിച്ചിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല, അതെല്ലാം എടുത്ത് അവിടെ വെച്ചേക്കാണ്. ഇനി കേക്ക് മുറിച്ച് കഴിച്ചിട്ടേ ചായ കുടിക്കുള്ളൂന്നാ പറയണ. അപ്പൊ അവനെ കൊണ്ടൊന്ന് മുറിപ്പിച്ചേക്കാം, സമാധാനാവട്ടെ. എന്നാ കുഞ്ഞു മുറിച്ചോ. ഹാപ്പി ക്രിസ്മസ് അല്ലേ പാടേണ്ടത്? നിക്കേ അമ്മ പാട്ട് പാടാം. നിക്കി, പാത്രം മറിയരുത്. മുറിച്ചോ. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ഹാപ്പി ക്രിസ്മസ്. എടാ അങ്ങനെയല്ല, ഒരു മുറി കൂടി മുറിക്കണം, നല്ല വരുള്ളത്. ഇവിടെ അയ്യോടാ, ഉണ്ണിക്കൈയാണല്ലോ നിന്റെ. ഉണ്ണിക്കൈ കൊണ്ട് മുറിച്ചിട്ട് വരുന്നില്ല. മുറിച്ചു. ഇനി അമ്മ തരട്ടെ പൊന്നിനി. അമ്മ വായി വെച്ചരാം. മതിയമ്മ കണ്ട, മതിയമ്മ ഇത്ര വാശി പിടിക്കും കേക്ക് മുറിക്കാൻ, എന്നിട്ട് കഴിക്കല. അവന് ഈ കറുത്ത കേക്ക് പൊതുവെ ഇഷ്ടമില്ല. എനിക്ക് ഛർദിക്കാൻ വരുമെന്ന് കൂടുതൽ ചോദിച്ചാ. എന്നാ നമുക്കിതാ നമ്മുടെ വായ വെച്ചാ. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. അച്ഛനും വീഡിയോ എടുക്കണേ. അവൻ അച്ഛയുടെ വായ വെച്ച് കൊടുത്തിട്ട് വരികയാണ്. താങ്ക് യു കുഞ്ഞുപ്പാ. ഞാനാ സാന്റാക്ലോസ്. എല്ലാവരോടും ഒരു പാട്ട് പാടി കേൾപ്പിച്ചേ. ബോൾ കളിക്കാൻ വേണ്ട. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ. എടാ ക്രിസ്മസിനാണാടാ ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ പാട്ട് പാടണം. ക്രിസ്മസ് പാട്ടമ്മ പഠിപ്പിച്ചതാമേ. അപ്പൊ അറിയല്ലേ, ജിംഗിൾ ബെൽസ് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിനക്ക് അറിയാമായിരുന്നു കിടക്കള്ള. അപ്പൊ ഞങ്ങള് ചായ കുടിച്ചിട്ട് വരാം, ഒന്നും കഴിച്ചിട്ടില്ല. ആണോ കുഞ്ഞമ്മക്ക് കേക്ക് കൊടുക്കാൻ പോണോ? ഓക്കെ ഗൈസ്, അങ്ങനെ കുഞ്ഞമ്മക്കും കൊച്ചിച്ചനും കൂടി കേക്ക് മുറിച്ചോണ്ട് പോവുകയാണ് കേട്ടോ. അവന്റെ നടപ്പ് കണ്ട് പേടിച്ചാണ് ഞാൻ പുറകെ വീഡിയോ എടുത്തോണ്ട് നടക്കുന്നത്. കാരണം എന്താ സംഭവത്തിലൊക്കെ തട്ടി വീഴുക, സ്റ്റെപ്പിൽ നിന്നൊക്കെ തട്ടി വീഴുക, കേക്ക് താഴെ വീഴുക എന്നൊക്കെ ഓർത്ത് പോവാണ്. പക്ഷെ ആള് കറക്റ്റായിട്ട് കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ കുഞ്ഞമ്മ ഇതെന്താണ് കേക്കൊക്കെ ഇട്ട് വന്നതെന്നൊക്കെ ചോദിച്ചേ. ബർത്ത്ഡേ ആണോ കുഞ്ഞപ്പൻ്റെ എന്ന് ചോദിച്ചു. കുഞ്ഞമ്മക്ക് അറിയാം ഇവന്റെ ബർത്ത്ഡേ എപ്പോഴാണെന്ന്. അല്ല, എന്റെ ബർത്ത്ഡേ അടുത്ത മാസം ജനുവരിയിലാണെന്നൊക്കെ അവൻ തന്നെ നിന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുഞ്ഞപ്പനെ റെഡിയാക്കി കുളിപ്പിച്ച് ഒരുക്കി സുന്ദര കുട്ടപ്പനായിട്ട് കൊണ്ടുപോയി അംഗനവാടിയിലാക്കി തിരിച്ചു വരുന്ന വഴി ഞാൻ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. സിലോപ്പിയാണ് കേട്ടോ വാങ്ങിച്ചത്. എല്ലാ സ്ഥലത്തും സിലോപ്പിയ എന്ന് തന്നെയാണ് പറയണേന്ന് അറിയില്ല കേട്ടോ. നമ്മുടെ ഇവിടെ സ്ഥലത്ത് ആലപ്പുഴ ചേർത്തലയിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ കത്രിക വെച്ച് അതിന്റെ മുള്ള് 2 സൈഡിലും വെട്ടിക്കളയാണ്. വാലക്കെ മുള്ളിന് നല്ല ബലമാണ്. ഒരുമാതിരി വലിയ മീനാണ് കേട്ടോ. 2-3 ചെറുതും ഉണ്ട്, 2-3 വലുതും ഉണ്ട്. ഈ കല്ല് കണ്ടില്ലേ, ഇങ്ങനത്തെ മീനൊക്കെ തേച്ചെടുക്കാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന കല്ലാണ്. മന്ദരി പോലത്തെ കല്ലാണ്. നമ്മൾ ഈ മീൻ തേക്കുന്നതനുസരിച്ച് ആ കല്ല് ചെറുതായിക്കൊണ്ടിരിക്കും കേട്ടോ. ഇനി എത്ര നാളും കൂടി ആ കല്ലുണ്ടാവും എന്നറിയത്തില്ല. അപ്പൊ ഇത് തേക്കുന്നതിന് മുമ്പുള്ള ഒരു മീനും തേച്ച് കഴിഞ്ഞിട്ടുള്ള മീനും നമ്മൾ വെളുപ്പിച്ച് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഉള്ളി, പച്ചമുളക്, പിന്നെന്താ വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം കൂടി ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. എന്താ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് മീൻകറി വെക്കുന്ന കാണിച്ചു തരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മീൻകറി ഇഷ്ടപ്പെട്ടെങ്കിൽ അത് രുചിച്ച് നോക്കാണ്ട് പറയാൻ പറ്റത്തില്ല, അത് വേറെ കാര്യം. എന്നാലും ഞാൻ പറയണ കൈസ്, ഒരു രക്ഷയില്ലാത്ത അറിയുന്ന അടിപൊളി കറിയാണ്. ഇങ്ങനെ വെച്ച് നോക്കണം. തേങ്ങ അരച്ച കറിയല്ല, ഇത് തേങ്ങാ പാല് പിഴിഞ്ഞിട്ടുള്ള കറിയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത്തിരി ഉലുവ, ഞാൻ ഈ ഇതിൻ്റെ അകത്ത് എടുത്തേക്കണം അത്ര ഉലുവ ഇട്ടിട്ടില്ല, അതിൻ്റെ പകുതി ഇട്ടുള്ളൂ. കാരണം ഉലുവ കൂടിപ്പോയാൽ കഴിച്ചു പോകും. അതുകൊണ്ട് ഒരു നുള്ളു ഉലുവ ഇട്ടാൽ മതി. പിന്നെ നമ്മുടെ ഈ സാധനങ്ങൾ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില,
പച്ചമുളക് അതെല്ലാം അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി നല്ലോണം ഇത് വഴണ്ട് കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ പൊടികളെല്ലാം ചേർക്കുന്നത്. സാധാരണ തേങ്ങ അരച്ചിട്ടാണ് കറി വെക്കുന്നത്. തേങ്ങ അരച്ച് കറി വെക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോഴാണ്. എന്നിട്ട് ഇതെല്ലാം മൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ മുളക് പൊടി ഇട്ട്, മുളക് പൊടി മഞ്ഞപ്പൊടി മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ, മല്ലിപ്പൊടിയൊന്നും ഞാൻ ചേർക്കത്തില്ല. എനിക്കും ചേട്ടനും അതെ മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല. തേങ്ങ അരച്ച് കറി വെക്കുമ്പോൾ മല്ലിപ്പൊടി ചേർക്കാറുണ്ട്, ഇങ്ങനെ വെക്കുമ്പോൾ മല്ലിപ്പൊടി ചേർക്കത്തില്ല. പിന്നെ കുടംപുളി നമ്മൾ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു ഗ്ലാസ്സിൽ, അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സാക്കി. അത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഈ ഒരു കറിക്കുള്ളൂ. ഇത് 2ാം പാലാണ് കേട്ടോ. 2ാം പാൽ അറിയായിരിക്കും. നമ്മുടെ ഈ വീഡിയോ കാണുന്ന മക്കളാണെങ്കിൽ അമ്മമാർക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുക്കണം, എന്നിട്ട് ഇതുപോലെ കറി വെച്ച് തരാൻ പറയണം കേട്ടോ എല്ലാവരും. അപ്പോൾ അതേ 2ാം പാലിൽ ഒഴിച്ചിട്ട് നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം പിറക്കിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് നല്ലോണം തിളപ്പിക്കുകയാണ് കേട്ടോ. മീനൊക്കെ ഇട്ട് കഴിഞ്ഞാണ് ഉപ്പിടുന്ന കാര്യം ഞാൻ ഓർത്തത്. ആദ്യം ഉപ്പിട്ടിട്ട് പിന്നെ മീൻ കഷ്ണം ഇട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അതൊന്ന് മിക്സ് ചെയ്യാൻ, ഈ മീൻ ഇട്ടതിന് ശേഷം പിന്നെ ഉപ്പിട്ട് മിക്സ് ചെയ്യാൻ ഇത്തിരി പാടായിരിക്കും. അങ്ങനെ നല്ലോണം കറി തിളച്ച് നല്ല സെറ്റായി മീനൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ അതേ ആദ്യത്തെ പാൽ, ഇത് 1ാം പാലാണ്. 1ാം പാലും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല സെറ്റപ്പ് കറി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഒരു അരമണിക്കൂർ അടച്ച് വെക്കണം കേട്ടോ, എന്നാലേ ഉപ്പും പുളിയും എല്ലാം പിടിക്കുകയുള്ളൂ. എനിക്ക് ആക്രാന്തം കൊണ്ട് ഞാൻ ടേസ്റ്റ് നോക്കിയാണ്, അടിപൊളി ടേസ്റ്റ്, ഒരു രക്ഷയില്ല ഗൈസ്. പിന്നെ അതിൻ്റെ മുകളിൽ കൂടി ഇത്തിരി വെളിച്ചെണ്ണ നമ്മൾ ചുമ്മാ ഒരു ടേസ്റ്റിന് ചുമ്മാ ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 2 വേപ്പിലയും കൂടി ഇട്ടു കേട്ടോ, ഗാർണിഷ് ചെയ്തൊരു ഭംഗി കിട്ടാൻ വേണ്ടി ഇട്ടതാണ്. എന്നിട്ട് മൂടി അടച്ചു വെച്ചു. അങ്ങനെ ഒരു 1/4 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ചോറിൻ്റെ കൂടെ കറി കൂട്ടിയത്. ചോറ് തിന്നുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, കാരണം സത്യത്തിൽ ആക്രാന്തം കാരണമാണ് ഗൈസ്. എനിക്ക് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കറിക്ക്. അത് കഴിഞ്ഞിട്ട് എന്താ, ഞാൻ കുഞ്ഞപ്പനെ വിളിക്കാൻ പോവാണ് ഒരു 3:30 മണിയായപ്പോഴത്തേക്കും. ആ വീഡിയോയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാണ്. കുഞ്ഞപ്പൻ അറിയാലോ, ഓടി വരുവാണ് എന്നെ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് കേക്ക് മുറിയൊക്കെ ഉണ്ടായിരുന്നെന്ന് ടീച്ചർ പറഞ്ഞു. അവൻ്റെ കൂട്ടുകാരനില്ലേ ബെസ്റ്റ് ഫ്രണ്ട് എയ്നോൺ, അവൻ കേക്ക് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി അതൊക്കെ മുറിച്ചു. അപ്പോൾ എന്നോട് ആ വിശേഷമൊക്കെ നിന്ന് പറയാണേ. അത് കഴിഞ്ഞ് പിന്നെ അമ്പു ടാറ്റയൊക്കെ തന്ന് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. അമ്പുൻ്റെ അമ്മുമ്മയാണത്. അമ്പൂൻ്റെ അമ്മ വന്നെന്നും പറഞ്ഞാണ് കുഞ്ഞിപ്പുഴ തുള്ളി പോകുന്നത്. അത് അമ്മയല്ല കേട്ടോ, അമ്മുമ്മയായിരുന്നു അമ്പൂൻ്റെ. അങ്ങനെ നേരെ അവൻ എന്നെയും കൊണ്ടൊരു ബേക്കറിയിലോട്ടാണ് ഓടിച്ചെന്നത്. നമ്മുടെ ഷോർട്സ് കാണുന്നവർക്കൊക്കെ ഈ ബേക്കറി പരിചിതമായിരിക്കും. അവിടെ ചെന്നിട്ട് ക്രീം ബിസ്ക്കറ്റ് വേണോ അമ്മയെന്നും പറഞ്ഞ് ബഹളം തുടങ്ങി. അപ്പോൾ അവൻ എപ്പോഴും അതെ ഈ ക്രീം ബിസ്ക്കറ്റ് വേണമെന്നാണ് പറയണത്. അങ്ങനെ അത് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ചായക്കുള്ള കുറച്ച് കടിയും ഞാൻ അവിടെ നിന്ന് മേടിച്ചു. അങ്ങനെ വീട്ടിൽ വന്ന് ഫ്രിഡ്ജ് തുറന്ന് പാലെടുത്ത് ചായ വെച്ചപ്പോൾ നോക്കിയപ്പോൾ തേയില ഇല്ല, തീർന്നു പോയി. അങ്ങനെ പിന്നെ നമ്മുടെ കണ്ണന്തേവൻ്റെ ഒരു പാക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു, അത് പൊട്ടിച്ച് നിറച്ചു, അത് വെച്ച് ചായ വെച്ചു. കുഞ്ഞപ്പൻ ഈ സമയത്തൊക്കെ ഹോളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രീം ബിസ്ക്കറ്റ് തിന്നുകൊണ്ട് അടക്കാണ്. അപ്പോൾ നോക്കിയപ്പോൾ അമ്മ മുറിയിലുണ്ട് കേട്ടോ. അമ്മ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. അമ്മ എന്തോ ഇരുന്ന് എഴുതുമായിരുന്നു. അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ ഈ ബിസ്ക്കറ്റ് അമ്മ കൊടുത്താണ്. മിൽക്ക് ബിക്കീസ്. അമ്മയുടെ സ്കൂളിൽ നിസ്സി മിസ് എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ട്, ആ ടീച്ചർ കുഞ്ഞപ്പന് കൊടുത്തു വിട്ടാണ്. അതുപോലെ ആരോൺ എന്ന് പറഞ്ഞൊരു കൊച്ചു അമ്മക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു കപ്പ് കൊടുത്തത് അമ്മ കുഞ്ഞപ്പനെ കാണിക്കുകയാണ് കേട്ടോ നിന്ന്. അമ്മയുടെ ക്രിസ്മസ് ഫ്രണ്ട് കൂടി, പിള്ളേരും ടീച്ചർമാരൊക്കെ ക്രിസ്മസ് ഫ്രണ്ട് കൂടില്ലേ, അപ്പോൾ ധൃതി എന്ന് പറഞ്ഞൊരു വാവനെയാണ് അമ്മക്ക് കിട്ടിയത്. അപ്പോൾ അവള് കൊടുത്ത ഗിഫ്റ്റാണ്, ആ സെറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ അമ്മ കുഞ്ഞപ്പനെ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായയൊക്കെ വെച്ചു. ഇതാണ് കേട്ടോ നമ്മൾ ബേക്കറിയിൽ നിന്ന് മേടിച്ചത്, പരിപ്പോടെയും പപ്സും. അവന് കൊടുക്കാഞ്ഞിട്ടാണ് ആ കിടന്ന് തുള്ളുന്നത്. ഇത് അച്ചാമ്മക്കും അപ്പക്കും ഒക്കെ കൊടുക്കാനുള്ള അതിനൊക്കെ ഉള്ളത് ബാഗിലുണ്ടെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ടു. നോക്കുമ്പോൾ കുഞ്ഞപ്പൻ ഓടിപ്പോയി ബാഗും തുറന്ന് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ബർഗറാണ് കേട്ടോ. ഞാൻ ഈ പപ്സും പരിപ്പോടെയൊക്കെ ഞങ്ങൾക്ക് ചായ കുടിക്കാൻ എടുക്കുമ്പോൾ ഇവൻ അതിൻ്റെ ഇടയിൽ നിന്ന് ഈ സംഭവം കണ്ടുപിടിച്ചെടുത്ത് ബാഗിലോട്ട് ഇട്ടതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടോ? ഇഷ്ടപ്പെട്ടോ? സവാളയാ? അതിൻ്റെ ഇടയ്ക്ക് എന്താണ് ഈ ബർഗറിന്റെ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഓടിച്ചെന്ന് കുഞ്ഞപ്പ ഇച്ചിരി അമ്മക്ക് താടാന്ന് പറഞ്ഞു. അമ്മ ഒരു കടി അടിക്കട്ടെ? കുഞ്ഞപ്പം തരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ഓർത്തല്ല ഗൈസ്. പക്ഷേ ഇന്ന് അമ്മ കടിച്ചോന്ന് പറഞ്ഞ് തന്നു. എൻ്റെ പൊന്നെ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. 35 രൂപ എന്താണ്ടാണ് ഈ ബർഗറിന്. പക്ഷെ കുഴപ്പമില്ല, നല്ലതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത്. ബാക്കിയും കൂടി നിങ്ങൾ കേട്ട് നോക്കിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. വൈകിട്ട് സീ യു. അപ്പൊ വേഗം തീരും. അമ്മയും കൂടി തിന്നാ വേഗം തീരും. ഒരു കളി എടുക്കട്ടെ? നമ്മുടെ മുത്ത് പാവം കുഞ്ഞപ്പൻ, നമ്മുടെ മുത്ത് കുഞ്ഞപ്പൻ. ഇത് ഇങ്ങനെ ഈ സൈഡിൽ കടിക്കാം, ഇങ്ങനെ സൈഡിൽ കടിക്കും, കൂട്ടിക്കടിക്കും, അങ്ങനെ. അപ്പൊ സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവും.